നമസ്കാരം. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളുടെ പ്രവർത്തനങ്ങളിൽ വൻ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ. എല്ലാ ജില്ലാ ജനറൽ ആശുപത്രികളിലും 24 മണിക്കൂറും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ തീരുമാനം. 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നടപ്പിലാക്കുന്ന ഈ പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ ആദ്യം പുനലൂർ താലൂക്ക് ആശുപത്രിയിലാണ് ആരംഭിക്കുന്നത്. സർജറി, ഓർത്തോപീഡിക്സ്, ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി, പീഡിയാട്രിക്സ് തുടങ്ങിയ പ്രധാന വിഭാഗങ്ങളിലെ ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിന്റെ സേവനം എപ്പോഴും ലഭ്യമാക്കുന്ന രീതിയിലാണ് ക്രമീകരണം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കുഴൂരിൽ പച്ചക്കറിക്കടയ്ക്ക് തീപിടിച്ചു. 3.5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. മാള അമ്പഴക്കാട്ടിൽ ഇറിഗേഷൻ കനാൽ അപകടക്കെണിയാകുന്നതായി പരാതി. റോഡരികിലെ കാടും പുല്ലും അടിയന്തരമായി വെട്ടിത്തെളിച്ച് മുന്നറിയിപ്പ് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ച് സുരക്ഷാവേലി നിർമ്മിക്കണമെന്ന ആവശ്യം. കൊടുങ്ങല്ലൂരിൽ തകൃതോണം ഓണം മെഗാ ഫെസ്റ്റിന് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. ഓണം മുന്നിൽ കണ്ട് വിൽപ്പനയ്ക്കായി എത്തിച്ചിരുന്ന പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും ഉൾപ്പെടെ 3.5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാള സ്വദേശി മേനാച്ചേരി പോളിയുടെ ഉടമസ്ഥതയിലുള്ള പച്ചക്കറി കടയാണ് ഇന്ന് പുലർച്ചെ തീപിടുത്തത്തിൽ പൂർണ്ണമായി കത്തി നശിച്ചത്. ഓണം മുന്നിൽ കണ്ട് വിൽപ്പനയ്ക്കായി വലിയ തോതിൽ സാധനങ്ങൾ എത്തിച്ച് കടയിൽ സൂക്ഷിച്ചിരുന്നു. 67 കുലക്കായ, 2 ചാക്ക് പഞ്ചസാര, വിവിധയിനം പച്ചക്കറികൾ, പലചരക്ക് സാധനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള മുഴുവൻ സ്റ്റോക്കും തീയിൽ കത്തി നശിച്ചു. കടയിലെ സാധനങ്ങൾക്കും ഉപകരണങ്ങൾക്കും ഉൾപ്പെടെ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. ഏകദേശം 3.5 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക കണക്ക്. വിവരമറിഞ്ഞ മാള ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തീയണച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മീഡിയ ടൈം, മാള. മാള അമ്പഴക്കാട്ടിൽ ഇറിഗേഷൻ കനാൽ അപകടക്കെണിയാകുന്നതായി പരാതി. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത കനാലിൽ ഇരുചക്രവാഹനങ്ങളും കാൽനടയാത്രക്കാരും അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ നാട്ടുകാർ ആശങ്കയിലായിരിക്കുകയാണ്. റോഡരികിലെ കാടും പുല്ലും അടിയന്തരമായി വെട്ടിത്തെളിച്ച് കനാൽ വ്യക്തമായി കാണാവുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാള ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ അമ്പഴക്കാട് പള്ളിക്ക് സമീപമുള്ള ഇറിഗേഷൻ കനാലാണ് യാത്രക്കാർക്ക് വലിയ ഭീഷണിയാകുന്നത്. അഷ്ടമിച്ചിറ അന്നമനട പൊതുമരാമത്ത് റോഡിനോട് ചേർന്നാണ് കനാൽ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ കനാലിനോട് ചേർന്ന് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലെന്നാണ് പരാതി. റോഡരികിൽ പുല്ലും കാടും തങ്ങി നിൽക്കുന്നതിനാൽ കനാൽ റോഡിൽ നിന്ന് വ്യക്തമായി കാണാൻ കഴിയാത്ത സ്ഥിതിയാണ്. നിലവിലുള്ള പാരപ്പറ്റും ഉയരം കുറഞ്ഞതായതിനാൽ കാടുകയറി അത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത അവസ്ഥയിലാണ്. എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് കൊടുക്കുന്നതിനിടെ ഇരുചക്രവാഹനങ്ങളും കാൽനട യാത്രക്കാരും നിയന്ത്രണം വിട്ട് കനാലിലേക്ക് വീഴുന്നത് പതിവായിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇത്രയും കാട് പിടിച്ചത് എന്നിട്ട് പോലും ഇതിനൊരു സൊല്യൂഷൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതുപോലുള്ള വലിയ വലിയ വാലുകളുണ്ട്. വണ്ടികൾ തട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെന്ന് ഇടിക്കേണ്ടത് ഈ വാലുമയാണ്. അനേകം നാശനഷ്ടങ്ങളിലേക്കാണ് ഇത് പോവുക. അപ്പോൾ ഇതിനൊരു സൈൻ ബോർഡെങ്കിലും കൊടുത്ത് ഇതിനെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്കൊരു സുരക്ഷിതം ഉറപ്പുവരുത്തണം. ഇപ്പോൾ എന്തായാലും നമുക്ക് അടിയന്തരമായിട്ട് വേണ്ടത് ഒരു റിഫ്ലക്ടറും ഈ പാരപ്പറ്റിനെ ഹൈറ്റിലേക്ക് ഉയർത്തുകയും ഈ കാട് വെട്ടിത്തെളിക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്, ഞങ്ങളുടെ നാട്ടുകാരെ ഒരു അപേക്ഷയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിനൊരു മാർഗനിർദ്ദേശം കണ്ടെത്തണം. മുന്നറിയിപ്പ് ബോർഡുകളോ റിഫ്ലക്ടറുകളോ സ്ഥാപിച്ചിട്ടില്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ അപകട സാധ്യത കൂടുതൽ വർദ്ധിക്കുന്നു. റോഡരികിലെ കാടും പുല്ലും അടിയന്തരമായി വെട്ടിത്തെളിച്ച് കനാൽ വ്യക്തമായി കാണാവുന്ന സാഹചര്യം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൂടാതെ മുന്നറിയിപ്പ് റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുകയും ഉയരമുള്ള പാരപ്പറ്റോ ശക്തമായ സുരക്ഷാ വേലിയോ നിർമ്മിക്കുകയും വേണമെന്നും ആവശ്യപ്പെടുന്നു. തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായി സ്ഥലപരിശോധന നടത്തി ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മീഡിയ ടൈം, മാള. ലഹരി ഉപയോഗത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് പുതുതലമുറയെ ഉയർത്തിപ്പിടിച്ച് ഓണം ആഘോഷമാക്കാൻ കൊടുങ്ങല്ലൂരിൽ തകൃതോണം ഓണം മെഗാ ഫെസ്റ്റ്. ആയിരങ്ങൾ അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് ഓണാഘോഷങ്ങൾക്ക് തുടക്കമായത്. കൊടുങ്ങല്ലൂരിൽ നടന്ന തകൃതോണം ഓണം മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു.
ഈ മണ്ണിൽ ഓണമെന്ന ദേശീയ ഉത്സവം 5 ദിവസക്കാലം വിവിധ പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. ഞാൻ നമ്മുടെ അധ്യക്ഷൻ മന്ത്രിയോട് ചോദിക്കാൻ എന്തെല്ലാം പരിപാടികളാണ്. വളരെ ആകർഷകമായ പരിപാടികൾ 5 ദിവസം കൊണ്ട് നടത്തുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. അത് ചെറിയൊരു സമയത്തിനുള്ളിലാണ് ഈ പരിപാടികൾ മുഴുവൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓണാഘോഷം കൊടുങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കാൻ കഴിയുന്ന ഒരു അവസരമാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. കൊടുങ്ങല്ലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ മന്ത്രി OJ ജനീഷ് അധ്യക്ഷനായിരുന്നു. സമൂഹത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാൻ K മോഹനൻ രാജ, ഡോക്ടർ C മുഹമ്മദ് അഷറഫ്, ഡോക്ടർ AK അബ്ദുൽ ലത്തീഫ്, മാംസൺ ഹൈദ്രോസ്, ഹംസ കൊണ്ടാമുള്ളി, ബക്കർ മേത്തല, TK ഗംഗാധരൻ, കവി സെബാസ്റ്റ്യൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഓണാഘോഷത്തിന് മുന്നോടിയായി ചന്തപ്പുരയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ അണിനിരുന്ന വർണ്ണാഭമായ ഘോഷയാത്രയും നടന്നു. നിശ്ചല ദൃശ്യങ്ങൾ, പുലിക്കളി, കുതിര, ഒട്ടകം, മാവേലി, വിവിധ ഫ്ലോട്ടുകൾ, ശിങ്കാരിമേളം എന്നിവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, NCC, SPC, NSS, കുടുംബശ്രീ പ്രവർത്തകരും ഘോഷയാത്രയിൽ അണിനിരന്നു. മന്ത്രി OJ ജനീഷ്, നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ, TM നാസർ തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. രാത്രി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ദേശീയപാത പുതുക്കാട് ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് യുവാവ് മരിച്ചു. പുതുക്കാട് കേളി സ്വദേശി പനിയത്ത് കുമാരന്റെ മകൻ 18 വയസ്സുള്ള അനന്തകൃഷ്ണനാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പുതുക്കാട് കുറുമാലിക്കാവ് ക്ഷേത്രത്തിന് മുൻവശത്തായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിലെ ഡിവൈഡറിൽ ഇടിച്ചു മറിഞ്ഞ ബൈക്കിൽ നിന്ന് അനന്തകൃഷ്ണൻ എതിർദിശയിലുള്ള പാതയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അനന്തകൃഷ്ണനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് കാവിൽക്കടവിൽ പണി പൂർത്തീകരിച്ച ഫ്ളാറ്റിൽ നഗരസഭയിലെ അതിദരിദ്ര പട്ടികയിലുള്ള 3 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. ചെയർപേഴ്സൺ ഹണി പീതാംബരൻ താക്കോൽദാനം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു. PMAY പദ്ധതി തീരുന്നതോടുകൂടി കുറച്ചുകൂടി വീടുകൾ നമുക്ക് പൂർണ്ണമായി പൂർത്തീകരിച്ച് നല്ല സൗകര്യത്തോടു കൂടി കൊടുക്കാൻ സാധിക്കും. ബാക്കി കുറച്ച് വീടുകൾ കൂടി അതിൽ അന്നത്തെ ലിസ്റ്റ് പ്രകാരമുണ്ട്. അതിനുള്ള പദ്ധതിയും കൂടി പുതിയ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രാധാന്യം നൽകുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ക്ഷേമപ്രവർത്തനത്തിനാണ് എപ്പോഴും നഗരസഭ പ്രാധാന്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്കറിയാം, കുറച്ച് ഫണ്ടുകൾ ഈ പ്രാവശ്യം ഫണ്ടുകളുടെ കുറവുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. ആ ഫണ്ടുകളുടെ കുറവുണ്ടെങ്കിലും അതൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് ഉള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ആണ് ക്ഷേമപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു വൈസ് ചെയർപേഴ്സൺ സുമിത നിസാബ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓണപ്പുടവ, ഓണക്കിറ്റ്, പാചകോപകരണങ്ങൾ എന്നിവയും വിതരണം ചെയ്തു. നഗരസഭാ സെക്രട്ടറി പദ്ധതി വിശദീകരണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, KM രതീഷ്, ലതാ ഉണ്ണികൃഷ്ണൻ, ചൈതന്യ ബിജു, കൗൺസിലർമാരായ രേഖ സൽപ്രകാശ്, PN രാമദാസ്, VB രതീഷ്, TS സജീവൻ, PM ജോണി എന്നിവർ സംസാരിച്ചു. 2012-2013 IHSDP പദ്ധതി പ്രകാരം 44,75,000 രൂപയും 2025-26 പ്ലാൻ ഫണ്ട് 11,50,000 രൂപയും ഉൾപ്പെടുത്തിയാണ് ഫ്ളാറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുഴൂരിൽ പച്ചക്കറി കടയ്ക്ക് തീപിടിച്ചു. 3.5 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് കത്തി നശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. മാള അമ്പഴക്കാട്ടിൽ ഇറിഗേഷൻ കനാൽ അപകടക്കെണിയാകുന്നതായി പരാതി. റോഡരികിലെ കാടും പുല്ലും അടിയന്തരമായി വെട്ടിത്തെളിച്ച് മുന്നറിയിപ്പ് റിഫ്ലക്ടറുകൾ സ്ഥാപിച്ച് സുരക്ഷാവേലി നിർമ്മിക്കണമെന്ന ആവശ്യം. കൊടുങ്ങല്ലൂരിൽ തകൃതോണം ഓണം മെഗാ ഫെസ്റ്റിന് തുടക്കമായി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മെഗാ ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.